ഞാൻ ഇന്ന് കുറച്ച് ചക്ക വെച്ചിട്ട് ചക്കക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കക്കറി എന്ന് പറയുമ്പം നമ്മളെ നാട്ടിലൊക്കെ ചക്കക്കറി എന്നാണ് പറയുന്നത്, നല്ല കട്ടിയായിട്ടുള്ള. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് പല സ്ഥലത്തേക്കൊക്കെ ചക്കപ്പുഴുക്ക് എന്നാണല്ലോ പറയുക. അപ്പോൾ നമ്മൾ ആ ഒരു ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്ക എടുത്തത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരു അതുപോലെ തന്നെ തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പം നമ്മൾ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, അത് വേവിക്കാനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളൊരു 2 വിസിലൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 ചെറിയ ഉള്ളി, 3-4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് കേട്ടോ. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇതിനൊക്കെ കുറച്ചൊരു എരിവ് വേണ്ട, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. 2 വിസിലായിട്ട് ഓഫ് ചെയ്ത് ഞാൻ അത് കുക്കറും തുറന്ന് നോക്കിയപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങ് ഉടഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നല്ല പാകത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമായി മിക്സിയുടെ ജാറിലൊക്കെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ചൊരു പണി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കുക, പിന്നെ ചമ്മന്തി ഉണ്ടാക്കി അതും കൂടെ ചേർത്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ കൂടുതൽ ഇഷ്ടം കുറച്ച് മീൻകറിയുടെ കൂടെ കഴിക്കാനാണ്. നല്ല മീൻ മുളകിട്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഉണക്കമീൻ്റെ കൂടെയാണ് ഈ ചക്കപ്പുഴുക്ക് കഴിക്കാൻ പറയും. ചിലർ കഞ്ഞി കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇത് എന്ത് കോമ്പിനേഷൻ വെച്ചിട്ടാണ് കഴിക്കാമെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ.